എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2011 മോഡൽ ഹോണ്ട CB യൂണിക്കോൺ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു യൂസ്ഡ് ബൈക്കാണ്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് മോട്ടോർ സൈക്കിൾസ് എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് മിക്കതും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരാനായിട്ടാണ് നമ്മളിന്ന് യൂസ്ഡ് ബൈക്കിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ മോഡൽ ഏകദേശം 2011 മോഡലാകുമ്പോൾ നമുക്ക് BS3 വേരിയൻ്റാണ് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. BS4 എല്ലാം വന്നുകൊണ്ടെങ്കിൽ 2018 കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ വാഹനം നമുക്കിപ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സെയിം ടു സെയിം DU ആക്റ്റീവയിലൊക്കെ വരുന്ന പോലെ തന്നെ മിറേഴ്സിന് ഇതിലും വരുന്നുണ്ട്. ഫ്രണ്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് എടുത്ത് കാണുന്നതിൻ്റെ വൈസറാണ്. വൈസർ 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നത്തെ മോഡൽ 2005, 2006 മോഡലൊക്കെ ആയപ്പോൾ സൺവൈസർ ആ വലിയൊരു വിൻഡ് സ്ക്രീൻ എന്ന് പറയില്ലേ, ആ ഒരു പോർഷൻ സെപ്പറേറ്റ് ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഹെഡ്ലൈറ്റ് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സൺവൈസർ വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ക്രോം കളറിൽ ഒരു വലിയൊരു പീസ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കസ്റ്റമർ അത് കാർബൺ ഫൈബർ റാപ്പിംഗ് ചെയ്തിരിക്കുകയാണ്. അതിന് താഴെയായിട്ടാണ് ഹെഡ്ലൈറ്റ് വരുന്നത്. വളരെ വലിപ്പമുള്ള ഹെഡ്ലൈറ്റാണ്. അതിൻ്റെ ലൈറ്റ്സ് എല്ലാം തന്നെ ഹാലജൻ ബൾബുകൾ യൂസ് ചെയ്തിട്ടുള്ള ഹെഡ്ലൈറ്റാണ് നമുക്കിപ്പോൾ യൂണിക്കോൺ ആദ്യത്തെ മോഡലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യെല്ലോ കളർ ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. അത് ഫിക്സഡ് ടൈപ്പാണ്, ഫ്ലെക്സിബിൾ അല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ഫ്രണ്ട് സസ്പെൻഷനാണ്. സസ്പെൻഷൻ വരുന്നത് ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. 27 മില്ലിമീറ്ററാണ് ഫോർക്കിൻ്റെ പൈപ്പിൻ്റെ ഡയമീറ്റർ. അത്യാവശ്യം നല്ലൊരു ട്രാവൽ ഡിസ്റ്റൻസ് ഈ ഫോർക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മോശപ്പെട്ട റോഡിൽ നമ്മൾ വണ്ടി ഓടിച്ചു നടക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും കൺട്രോൾ വിട്ടുപോലും വണ്ടി പെർഫെക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാനും കോർണർ ചെയ്യാനെല്ലാം ഈ സസ്പെൻഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിനേക്കാളും കൂടുതലായിട്ട് റൈഡിങ് കംഫർട്ട് ഇമ്പ്രൂവ് ചെയ്യാനും ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഈ മോഡൽ ഇപ്പോൾ BS3 മോഡലാകുമ്പോൾ നമുക്ക് ഓൾറെഡി അലോയ് വീൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ മാറ്റ് ബ്ലാക്ക് കളറുള്ള അലോയ് വീലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. 18 ഇഞ്ചാണ് അലോയ് വീലിൻ്റെ സൈസ്. ഫ്രണ്ട് ട്യൂബ്ലെസ് ടയേഴ്സും ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. 80-100-18 ട്യൂബ്ലെസ് ടയേഴ്സാണ് നമുക്ക് ഫ്രണ്ടിൽ ലഭിക്കുന്നത്. ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഡ്യുവൽ കാലിപ്പർ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അലോയ് വീലിൻ്റെ കളർ മാറ്റ് ബ്ലാക്ക് കളറാണ്. വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇംപ്രസീവ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 178 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. എത്ര മോശപ്പെട്ട റോഡിൽ കൂടെ പോയാൽ പോലും നമുക്ക് ഒരിക്കലും അടി തട്ടാനോ അണ്ടർ ബോഡി ഡാമേജ് വരാനുള്ള ഒരു ചാൻസും വരുന്നില്ല. പിന്നെ എഞ്ചിൻ കൗള് കാര്യങ്ങളൊന്നും യൂണിക്കോണിന് കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്നില്ല. പക്ഷേ ആഫ്റ്റർ മാർക്കറ്റ് ഒത്തിരി മോഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ നമുക്ക് വേണമെങ്കിൽ അത് മേടിച്ച് വെക്കാവുന്നതാണ്. വലിയ പ്രൈസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 13 ലിറ്ററാണ്. അതുകൂടാതെ വാഹനത്തിൻ്റെ ടോട്ടൽ വെയിറ്റ് 146 കിലോഗ്രാമാണ് യൂണിക്കോൺ ഈ മോഡലിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. പിന്നെ ടോട്ടൽ വീൽ ബേസ് വരുന്നത് 1340 മില്ലിമീറ്ററാണ്. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഏത് സൈഡിൽ നോക്കിയാലും ഈ ഫ്യൂൾ ടാങ്കാണ് നമ്മൾ ആദ്യം എടുത്ത് കാണിക്കുന്നത്. ഫ്യൂൾ ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി 13 ലിറ്ററാണ്. ഫ്യൂൾ ടാങ്കിൽ നമ്മൾ ഹോണ്ടയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. 3D ക്രോം കളറുള്ള അടിപൊളി 3D ബാഡ്ജിങ്ങും നമ്മുടെ വണ്ടിയിൽ വരുന്നുണ്ട്. ഫ്യൂൾ ടാങ്കിൽ റിസർവ് ഫ്യൂൽ വരുന്നതും 1.5 ലിറ്ററോളം റിസർവ് ഫ്യൂൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് വരുന്നത് 796 മില്ലിമീറ്ററാണ്. 800 മില്ലിമീറ്റർ താഴെ സീറ്റ് ഹൈറ്റ് വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല കുഷനിങ്ങും ആയിട്ടുള്ളൊരു സീറ്റാണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. റിയർ സൈഡ് ഗ്രാബ് റെയിൽ വരുമ്പോൾ സിമ്പിളായുള്ള ഗ്രാബ് റെയിലാണെങ്കിൽ പോലും ബാക്കിലിരിക്കുന്ന ആൾക്ക് സുഖമായിട്ട് കൈയെത്തിച്ച് പിടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ 796 മില്ലിമീറ്ററാണ് സീറ്റ് ഹൈറ്റ് വരുന്നതുകൊണ്ട് ഒരു 5 അടി 5.2 പൊക്കമുള്ള ആളുകൾക്ക് പോലും സുഖമായി വണ്ടിയിൽ കയറിയിരിക്കാനും വണ്ടി കൊണ്ടു നടക്കാനും തിരിച്ച് സ്റ്റാൻഡിലിട്ട് വയ്ക്കാൻ പോലും ഇത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് സ്വിച്ചസ് അതുപോലെ തന്നെ മീറ്റർ കാര്യങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടാം. സ്വിച്ചസ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള സ്വിച്ചസാണ് യൂണിക്കോണിൽ വരുന്നത്. അതുപോലെ തന്നെ മീറ്ററും ബേസിക് അനലോഗ് മീറ്ററാണ്. 3 പോർഷനായിട്ട് തിരിച്ചിരിക്കുകയാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ RPM മീറ്റർ, നടുവിലായിട്ട് സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ വരും. അതിന് താഴെയായിട്ട് ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ വരുന്നത് ഫ്യൂൽ ഗേജ്, പിന്നെ ന്യൂട്രൽ ലൈറ്റ്, അതുപോലെ തന്നെ ഡിം ബ്രൈറ്റിൻ്റെ എല്ലാം ഇൻഡിക്കേറ്ററിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസാണ് റൈറ്റ് സൈഡിലെ മീറ്ററിൽ വരുന്നത്. പിന്നെ കീനെ കുറിച്ച് പറയുകയാണെങ്കിൽ കീ നോർമൽ നമ്മൾ ഹോണ്ട ഷൈനിലൊക്കെ വരുന്ന പോലെ തന്നെ സെയിം ടു സെയിം കീ ആണ് നമുക്ക് യൂണിക്കോണിലും ലഭിക്കുന്നത്. ഇനി നമുക്ക് വരുന്ന വാഹനത്തിൻ്റെ സ്വിച്ചസാണ്. സ്വിച്ചസ് ഇടത്തെ സൈഡിൽ വരുമ്പോൾ ഡിം ബ്രൈറ്റ്, ചോക്കിൻ്റെ ഇത്, പാസ് ബട്ടൺ, പിന്നെ വലത്തെ സൈഡിൽ ഹെഡ്ലൈറ്റ്, സെൽഫ് സ്റ്റാർട്ട്, ഇത്രയും കാര്യങ്ങളാണ് വണ്ടിയിൽ വരുന്നത്. വാഹനത്തിൻ്റെ എൻജിൻ വരുന്നത് 146 cc ആണ്. എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ സിംഗിൾ സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്തിട്ടുള്ള എൻജിനാണ് വരുന്നത്. വാഹനത്തിന് മൈലേജ് നമുക്കൊരു 55-നും 60-നും ഇടയിൽ മൈലേജ് ലഭിക്കുന്നതാണ്. മാക്സിമം പവർ വരുന്നത് 13 bhp ആണ്. മാക്സിമം ടോർക്ക് വരുന്നത് 12 ന്യൂട്ടൺ മീറ്റർ ആണ്. 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. ടോപ്പ് സ്പീഡ് വരുന്നത് 101 km/h ആണ്. ഈ വാഹനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ എഞ്ചിൻ തന്നെയാണ്. എഞ്ചിന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 13 bhp പവർ, 12 ന്യൂട്ടൺ മീറ്റർ
ടോർക്ക്. ഇത് രണ്ടും മിനിമം RPM ഒരു 5000 RPM തന്നെ നമുക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുമ്പോൾ മാക്സിമം പവർ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ സെക്കൻഡ് ഗിയർ തൊട്ട് തന്നെ മാക്സിമം പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. റിയർ സൈഡിൽ പറയുകയാണെങ്കിൽ ഇൻബിൽറ്റ് ക്യാരിയർ വരുന്നുണ്ട്. അതുകൂടാതെ ചെയിൻ കവർ എല്ലാം തന്നെ ഫുൾ മെറ്റൽ ചെയിൻ കവറാണ് വണ്ടി ഇൻബിൽറ്റ് വരുന്നത്. ഫുട് റെസ്റ്റ് എല്ലാം അലൂമിനിയമാണ്. എന്നാൽ ഫുട് റെസ്റ്റിന് മേളിലായിട്ടൊരു റബ്ബറിൻ്റെ മൗണ്ടിങ് എല്ലാം വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് മെയിൻ സ്റ്റാൻഡ് എല്ലാം തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ചെയിൻ സ്പോക്കറ്റാണ്. 44 ടീത്ത് വരുന്ന ഓറിങ്ങുള്ള അടിപൊളി ഹൈ ക്വാളിറ്റി ചെയിൻ സ്പോക്കറ്റാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. റിയർ സൈഡ് സീറ്റ് കവൾ പോർഷൻസ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ള വലിപ്പമുള്ള ടെയിൽ ലൈറ്റാണ് വരുന്നത്. ഹാലജൻ ബൾബ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് സൈഡ് സസ്പെൻഷനെ കുറിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. 5 പോയിൻ്റ് ആവശ്യം പോലെ ആ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സസ്പെൻഷനും ഇത്രയധികം റൈഡ് കംഫർട്ട് തരാനായിട്ട് നമ്മുടെ വാഹനത്തെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റിയർ സൈഡ് ബ്രേക്ക് വരുന്നത് 130 mm ഡ്രം ബ്രേക്കാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. 18 ഇഞ്ച് സൈസിലുള്ള മാറ്റ് ബ്ലാക്ക് കളറിലുള്ള അലുവിയിൽ ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. ബാക്ക് സൈഡ് ടയർ വരുമ്പോൾ 100, 90, 18 കുറച്ചുകൂടി വീതിയുള്ള ട്യൂബ്ലെസ് ടയർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ബാരൽ ഷേപ്പിലുള്ള നല്ല വലിപ്പമുള്ളൊരു സൈലൻസർ ഓൾറെഡി വരുന്നുണ്ട്. അതിന് മേളിലായിട്ട് മാറ്റ് ബ്ലാക്ക് കളറിൽ സ്റ്റീൽ മെറ്റീരിയലുള്ള ഒരു സൈലൻസർ ഷീൽഡ് വരുന്നുണ്ട്. പിന്നെ റിയർ സൈഡും ഫുട് റെസ്റ്റ് വരുമ്പോൾ അതിൻ്റെ മേളിൽ പോർഷൻസ് എല്ലാം തന്നെ റബ്ബർ മൗണ്ടഡ് ആണ്. റിയർ സൈഡ് ഫുട് റെസ്റ്റ് അലൂമിനിയം മെറ്റീരിയൽ ഉള്ളതാണ്. ഇതിപ്പോൾ ഹൈ എൻഡ് മോഡലൊക്കെ ആകുമ്പോൾ നമുക്കത് മാറ്റ് ബ്ലാക്ക് കളറിലാണ്. പഴയ മോഡലിലെല്ലാം അത് സിൽവർ കളറായിരിക്കും വരുന്നത്. ഇൻബിൽറ്റ് കിക്കർ വരുന്നുണ്ട്. സിംഗിൾ സ്പാർക്ക് പ്ലഗിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓയിൽ ലെവൽ എല്ലാം നമുക്ക് സ്റ്റിക്ക് ഊരിയാൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എഞ്ചിൻ്റെ നോയ്സും എക്സോസ്റ്റിൻ്റെ നോട്ടൊന്ന് കേട്ട് നോക്കാം. ഇപ്പോൾ 2011 മോഡലുള്ള ഈ വാഹനം ഇപ്പോൾ സെയിലിന് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കോസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 25,000 രൂപ മാത്രമാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിക്ക് സ്റ്റാർട്ട്, സെൽഫ് സ്റ്റാർട്ട് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളിപ്പോൾ വീഡിയോ ആണപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വാഹനം എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് നമ്പറിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്തിട്ട് നേരെ ഷോപ്പിലേക്ക് വരിക. ഇനി ദൂരമുള്ള ആൾക്കാരെ വണ്ടി വേണമെങ്കിൽ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വണ്ടി കൊറിയർ അയച്ചു തരാനുള്ള സൗകര്യം നമ്മൾ ലഭ്യമാണ്. ഓൾ കേരള മാത്രം കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ചെറിയ പ്രൈസിലുള്ള വാഹനമാണ്, പെട്ടെന്ന് സെയിലാവും. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. മറ്റൊരു വാഹനമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.